ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ മെഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില വർക്ക്ഷീറ്റുകളും നമുക്കിന്ന് ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ആദ്യം നമുക്ക് യമുന നദിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടുനോക്കാം. കൂട്ടുകാരെ, ഞാൻ യമുന നദി എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് ഞാൻ. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് എൻ്റെ ഉദ്ഭവം. ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. കുത്തബ് മീനാർ, മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. Friends, I am the river Yamuna. You might have heard of me. I am one of the tributaries of Ganga, the longest river in India. I originate from the Yamunotri in Uttarakhand. Delhi is one of the important cities on my way. The Qutub Minar, the Iron Pillar of Mehroli, the Juma Masjid, the Red Fort, the India Gate, many such majestic historical monuments can be found here. Delhi has witnessed the rise and fall of several dynasties. ഡൽഹിയിലെ ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ് ഇൻ ഡൽഹി: ദ കുത്തബ് മീനാർ, ദ അയൺ പില്ലർ ഓഫ് മെഹ്റോളി, ദ ജുമാ മസ്ജിദ്, ദ റെഡ് ഫോർട്ട്, ദ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രമാണ് താഴെ കാണുന്നത്. ഏതൊക്കെയാണവ? താജ്മഹൽ, കുത്തബ് മീനാർ, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്. ഡൽഹിയെക്കുറിച്ച് യമുന നദി പറഞ്ഞത് കേട്ടല്ലോ. നമുക്ക് ഡൽഹിയുടെ മധ്യകാല ചരിത്രത്തിലേക്ക് ഒരു യാത്രയായാലോ? സി 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നു. ദ പീരിയഡ് ബിറ്റ്വീൻ CE 8th century and 18th century is generally known as the medieval period of Indian history. കൂട്ടുകാർ, ഈ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഡൽഹിയും ഡൽഹിക്ക് ചുറ്റുമായി കാണുന്ന സിന്ധുഗംഗാ സമതലം, ആരവല്ലി പർവ്വതം, യമുന നദി എന്നിവയെല്ലാം ഇതിൽ കാണാം. ഡൽഹി, ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, യമുന റിവർ. ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് വിവിധ ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ? സിന്ധുഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ. The fertility of the region has been favorable for agricultural progress. The location of the Aravalli mountain ranges marked on the map. These mountain ranges helped Delhi to resist the invasions of enemies. The massive rocks of this mountain range supplied the stones for the construction of forts and buildings. The river Yamuna facilitated water transportation and ensured enough water supply for Delhi.
It was these geographical features that attracted the rulers to Delhi. CE 8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. It was under the Tomar kings who were Rajputs that Delhi first became a seat of power in CE 8th century. Back then, Delhi was known as Dilliga. മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. The Rajputs were the Kshatriyas of the central and northwest India. The Tomars and the Chauhans were prominent among them. തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തെ കീഴടക്കി ഘോറിലെ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സേനാ നായകനായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. ഫോളോയിങ് ദ തൊമാഴ്സ്, ദ ചൗഹാൻ ഡൈനാസ്റ്റി റൂൾഡ് ഡൽഹി. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ദ ചൗഹാൻ ഡൈനാസ്റ്റി. മുഹമ്മദ് ഓഫ് ഘോർ ഇൻ പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഡൊമിനേഷൻ ഓവർ ഡൽഹി. കുത്തബുദ്ദീൻ ഐബക്ക് വാസ് ഹിസ് കമാൻഡർ ഇൻ ചീഫ്. ഘോറിലെ മുഹമ്മദിൻ്റെ മരണശേഷം CE 1206 കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ രാജവംശം മംലൂക്ക് വംശം അഥവാ അടിമവംശം എന്നറിയപ്പെടുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഓഫ് ഘോർ, കുത്തബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് റൂൾ ഇൻ CE 1206 with Delhi as the seat of power. This dynasty is known as Mamluk dynasty or slave dynasty. മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും ഈ കാലം സൽത്തനത്ത് കാലം എന്നും അറിയപ്പെടുന്നു. 4 മേജർ ഡൈനാസ്റ്റീസ് റൂൾഡ് ഇൻ ഡൽഹി ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ മംലൂക്ക് ഡൈനാസ്റ്റി ആൻഡ് ദെയർ റൂൾ ലാസ്റ്റഡ് അൺടിൽ CE 1526. The rulers of Delhi between CE 1206 and CE 1526 are known as sultans, and the period of their reign is known as the Sultanate period. ഇനി നമുക്ക് ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയെന്ന് നോക്കാം. Let us discuss the expansion of power of the Delhi Sultans to other parts of the Indian subcontinent. കൂട്ടുകാർ, ഈ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഇതിൽ ഓറഞ്ച് നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മുൾത്താൻ, ലാഹോർ, ബംഗാൾ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇൽതുത്മിഷിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. ദ റീജിയൻസ് അണ്ടർ ഇൽതുത്മിഷ്. ഇൽതുത്മിഷ് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇൽതുത്മിഷ് conquered Multan, Lahore, Bengal, etc. He introduced a uniform monetary system in the regions under his control. Tanka and Jital were the newly introduced coins. കൂട്ടുകാർ, സുൽത്താന റസിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽതുത്മിഷിൻ്റെ മകളായിരുന്നു റസിയ.
ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. സുൽത്താന റസിയ വാസ് ദ ഓൺലി വുമൺ റൂളർ ഓഫ് ദ ഡൽഹി സൾട്ടനേറ്റ്. ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ഇൽതുത്മിഷ്. ഷീ ലോസ്റ്റ് ഹെർ പവർ owing to the protest from some nobles. ഇൽതുത്മിഷിനു ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ ആയിരുന്നു. ബാൽബൻ വാസ് ദ മേജർ റൂളർ who rose to power after the reign of ഇൽതുത്മിഷ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ സൽത്തനത്ത് കാലത്ത് ഡൽഹി ഭരിച്ച രാജവംശങ്ങളെയും പ്രധാന ഭരണാധികാരികളെയും ക്രമമായി നൽകിയിരിക്കുന്നു. മംലൂക്ക് വംശം അഥവാ അടിമവംശം. പ്രധാന ഭരണാധികാരികൾ കുത്തബുദ്ദീൻ ഐബക്, ഇൽതുത്മിഷ്, ബാൽബൻ. ഖൽജി വംശം അലാവുദ്ദീൻ ഖൽജി. തുഗ്ലക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. സയ്യിദ് വംശം ഖിസിർ ഖാൻ. ലോധി വംശം ഇബ്രാഹിം ലോധി. Look at the flowchart given below. It chronologically lists the dynasties and the respective major rulers during the Sultanate period. Mamluk dynasty or slave dynasty. Qutbuddin Aibak, Iltutmish, Balban. Khalji dynasty. Alauddin Khalji. Tughlaq dynasty. Muhammad bin Tughlaq, ഫിറോസ് ഷാ തുഗ്ലക്. സയ്യിദ് ഡൈനാസ്റ്റി ഖിസിർ ഖാൻ. ലോധി ഡൈനാസ്റ്റി ഇബ്രാഹിം ലോധി. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഫ്ലോ ചാർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കുക. സൽത്തനത്ത് രാജവംശങ്ങൾ ഏതൊക്കെയാണെന്നും അവയിലെ പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമാണെന്നുമാണ് എഴുതേണ്ടത്. മംലൂക്ക് വംശം കുത്തബുദ്ദീൻ ഐബക്, ഇൽതുത്മിഷ്, ബാൽബൻ. ഖൽജി വംശം അലാവുദ്ദീൻ ഖൽജി. തുഗ്ലക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. സയ്യിദ് വംശം ഖിസിർ ഖാൻ. ലോധി വംശം ഇബ്രാഹിം ലോധി. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ based on the flow chart. Dynasties of the Sultanate period and major rulers. Mamluk dynasty Qutbuddin Aibak, Iltutmish, Balban. Khalji dynasty Alauddin Khalji. Tughlaq dynasty Muhammad bin Tughlaq, Firoz Shah Tughlaq. Sayyid dynasty Ghisr Khan. Lodi dynasty ഇബ്രാഹിം ലോധി. ഡൽഹിയെ അധികാര കേന്ദ്രമായി തെരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് ദ സെന്റർ ഓഫ് ദെയർ പവർ? സിന്ധുഗംഗ സമതല പ്രദേശത്തെ ഫലഭൂയിഷ്ഠതയും കാർഷിക പുരോഗതിയും. ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചു. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. The fertility of the Indo-Gangetic Plain and agricultural progress. The Aravalli mountain ranges resist the invasion of enemies. The massive rocks of this mountain range supplied the stones for the construction of forts and buildings. The Yamuna River facilitated water transportation and ensured enough water supply for Delhi. ഇന്ന് നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിക്കാം. ഡൽഹിയെ അധികാര കേന്ദ്രമായി തെരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത് അതിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ്. തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. ഡൽഹി ആസ്ഥാനമായാണ് സൽത്തനത്ത് ഭരണം സ്ഥാപിക്കപ്പെട്ടത്. സമ്മറി: ഇറ്റ് വാസ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇൻസ്പയർഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് എ സെന്റർ ഓഫ് പവർ.
It was under the Tomar kings that Delhi became the center of power. The Sultanate rule was established with Delhi as its capital. ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളുടെ സിനിമാ ആവിഷ്കാരം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും. ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രശസ്ത നടന്മാരാണ്. ഇതുപോലെ നമ്മൾ പഠിച്ച ഈ പാഠഭാഗത്തെ രാജാക്കന്മാരുടെ വേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടീനടന്മാർക്ക് നൽകുക. കൂട്ടുകാർ സ്കൂളിലെത്തുമ്പോൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെട്ട രാജാക്കന്മാരുടെ വേഷം ദിനാചരണാഘോഷങ്ങളിൽ അണിയുമല്ലോ. ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ചില ഭരണാധികാരികളെക്കുറിച്ചുള്ള സിനിമകളുടെ പോസ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൃഥ്വിരാജ് ചൗഹാനായി അക്ഷയ് കുമാർ വേഷമിട്ട സിനിമയുടെ പോസ്റ്ററും റസിയ സുൽത്താനായി ഹേമമാലിനി വേഷമിട്ട സിനിമയുടെ പോസ്റ്ററുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയുമുണ്ട് ധാരാളം. കൂട്ടുകാർക്ക് കണ്ടെത്താൻ കഴിയുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് ഇന്നു നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.